നിലവിലെ യു.ഡി.എഫ് സർക്കാരുമായി അഭിപ്രായ വ്യത്യാസങ്ങളില്ലെന്ന് കേരള സർവകലാശാല വി.സി. മോഹനൻ കുന്നുമ്മൽ. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സിൻഡിക്കേറ്റ് ചേരാൻ പോലും കഴിഞ്ഞിരുന്നില്ലെന്ന് മോഹനൻ കുന്നുമ്മൽ പറഞ്ഞു. അക്കാഡമിക് വിഷയങ്ങളിൽ അനാവശ്യ ഇടപെടലുണ്ടാകില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും മോഹനൻ കുന്നുമ്മൽ പറഞ്ഞു. ആസൂത്രണ ബോർഡിലെ നിയമന ക്രമക്കേടുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തിരുവനന്തപുരം PSC ആസ്ഥാനത്തിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. നിയമനവുമായി ബന്ധപ്പെട്ട രേഖകൾ പുറത്തുവിടാതെ അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ച പ്രതിഷേധക്കാർ PSC ചെയർമാൻ MR ബൈജു രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടു. പ്രതിഷേധത്തിന്റെ ഭാഗമായി പ്രവർത്തകർ PSC ചെയർമാൻ MR ബൈജുവിന്റെ കോലം കത്തിച്ചു. നിയമവിരുദ്ധമായി ചെയർമാൻ സ്ഥാനത്ത് തുടരുന്ന MR ബൈജു രാജിവെക്കും വരെ സമരം തുടരുമെന്ന് സമരത്തിന് നേതൃത്വം നൽകിയ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നേമം ഷജീർ വ്യക്തമാക്കി. ഇന്നലെ വരെ അദ്ദേഹത്തിന്റെ രാജിയായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യമെങ്കിൽ ഇന്ന് അതല്ല. അദ്ദേഹത്തിന്റെ രാജിയേക്കാൾ വലുത് എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ വിവരാവകാശ നിയമങ്ങൾ അത് പരിപാലിക്കപ്പെടണം, അത് സംരക്ഷിക്കപ്പെടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, യൂത്ത് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. എങ്ങനെയാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഉത്തരക്കടലാസ് കൊടുക്കണമെന്ന് പറയുമ്പോൾ ഒരു PSCയുടെ ചെയർമാൻ പറയുന്നു കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതിക്കെതിരെ പോരാട്ടം നടത്താൻ കഴിയുന്ന ആ നിയമ സംവിധാനത്തെ ഇല്ലാതാക്കാൻ ഒരു PSCയുടെ ചെയർമാൻ ഇറങ്ങി തിരിച്ചാൽ യൂത്ത് കോൺഗ്രസ് കൈയും കെട്ടി നോക്കി നിൽക്കുമെന്ന് ആരും കരുതണ്ട. അങ്ങനെ വിവരാവകാശ കമ്മീഷൻ പറയുകയാണ് ഉത്തരക്കടലാസ് കൊടുക്കാൻ പറയുന്നു. അത് കേൾക്കാൻ തയ്യാറില്ലാത്ത ഈ PSCയുടെ ചെയർമാനെ ജയിലിലടയ്ക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. ഈ സംസ്ഥാനത്തെ രൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധിയിൽ പ്രതിഷേധിച്ച് DYFI പ്രവർത്തകർ KSEB ആസ്ഥാനത്തേക്ക് റാന്തൽ വിളക്കുമായി പ്രകടനം നടത്തി. വൈദ്യുതി മുടക്കവും ലോഡ് ഷെഡിംഗും വർദ്ധിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രകടനം. വൈദ്യുതി വിതരണം കാര്യക്ഷമമാക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്ന് DYFI ആരോപിച്ചു. വൈദ്യുതി പ്രതിസന്ധിക്ക് അടിയന്തര പരിഹാരം കാണണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. സംസ്ഥാനത്ത് തുടരുന്ന അനിശ്ചിതകാല ലോഡ് ഷെഡിംഗിനെതിരെ യുവമോർച്ച KSEB ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ജനങ്ങളെ ഇരുട്ടിലാക്കി ദുരിതത്തിലാക്കുകയാണെന്നും വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ സർക്കാർ പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്നും യുവമോർച്ച ആരോപിച്ചു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിക്ക് അടിയന്തര പരിഹാരം കാണണമെന്നും അനിശ്ചിതകാല ലോഡ് ഷെഡിംഗ് ഉടൻ പിൻവലിക്കണമെന്നും യുവമോർച്ച ആവശ്യപ്പെട്ടു. പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സംസ്ഥാന വ്യാപകമായി സമരം ശക്തമാക്കുമെന്നും യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ വി മനു പ്രസാദ് മുന്നറിയിപ്പ് നൽകി. മുഖ്യമന്ത്രിയെയോ മന്ത്രിമാരെയോ കാണാൻ ആർക്കും ഒരു തടസ്സവുമില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി M. ജോൺ. അടുത്തു ചെല്ലുന്നവരോട് കടക്കപ്പുറത്തെന്ന് പറയുന്ന ഭരണ സംവിധാനമല്ല ഇപ്പോൾ കേരളത്തിലുള്ളത്. മുഖ്യമന്ത്രിയെ കാണാൻ മുൻകൂട്ടി അനുമതി ആവശ്യമില്ല. KSU തീരുമാനിക്കേണ്ട കാര്യം KSU തീരുമാനിക്കും. ഭരണപരമായ കാര്യങ്ങൾ സർക്കാരും ചെയ്യും. എല്ലാ കാര്യങ്ങളും KSUവിനോട് ആലോചിച്ചല്ലോ ചെയ്യുന്നത്. ഓരോ കാര്യങ്ങളും ബന്ധപ്പെട്ടവരോട് ആലോചിച്ച് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുമെന്നും റോജി M. ജോൺ വ്യക്തമാക്കി. മുഖ്യമന്ത്രിയെ കാണാനായിട്ട് പ്രത്യേകിച്ച് പൊതുജനങ്ങളെ കാണാൻ ഒരു മിനിറ്റ്, പഴയ മുഖ്യമന്ത്രിനെ പോലും അല്ലല്ലോ. നിങ്ങൾക്ക് അടുത്ത് ചെല്ലുമ്പോഴത്തേക്കും കൂടെ നിങ്ങളോട് കടക്കപ്പുറത്ത് എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ കടക്കപ്പുറത്ത് എന്ന് പറയുന്ന ഒരു ഭരണ സംവിധാനം അല്ല ഇന്ന് കേരളത്തിലുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കാണാൻ, മന്ത്രിമാരെ കാണാൻ ഇവിടെ ആർക്കും ഒരു തടസ്സവുമില്ല. അത് മുൻകൂട്ടി അനുവാദം വേണ്ട, അത് കാണാം. നിങ്ങൾ അതിനപ്പുറത്തേക്ക് നിങ്ങൾ കൂടുതൽ അതിനകത്ത് വായിക്കാൻ പോകുമ്പോഴാണ് ഈ കുഴപ്പമുണ്ടാകുന്നത്. KSU തീരുമാനിക്കേണ്ട കാര്യം KSU തീരുമാനിക്കും. കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കേണ്ട കാര്യം കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കും. യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസും INTUC ഇങ്ങനെ ഈ പാർട്ടിക്ക് ഒത്തിരി സംഘടനകളുണ്ട്. അവരൊക്കെ തീരുമാനിക്കേണ്ട കാര്യങ്ങൾ അവരവർ തീരുമാനിക്കും. ഗവൺമെന്റിന് ഭരണപരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്യും.